ഗുരുഭവനപുരേശ പ്രസാദിക്കണേ ഭഗവാനെ നാരായണ അഖില ഗുരു ഭഗവത് നമസ്തേ. എൻ്റെ പേര് അനിത എന്നാണേ. ഞാനിവിടെ ഖത്തറിൽ വർഷങ്ങളായിട്ട് മെയ്ഡായിട്ട് വർക്ക് ചെയ്യണം. ഒരു 3-4 വർഷമായി. അപ്പോൾ ഒരു 30 വർഷത്തിന് മുകളിലായിട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഈ 2024 കഴിഞ്ഞ 2024 ആദ്യം എനിക്ക് സ്ഥലം മേടിക്കാൻ, ഒരു 4 സെൻറ്റ് സ്ഥലം മേടിക്കാൻ സാധിച്ചു. ആ വർഷം തന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് വീട് പണി തുടങ്ങാനും പറ്റി. അപ്പം ഞാൻ ഈ സ്ഥലം മേടിച്ചപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, ഇനിയിപ്പോൾ സ്ഥലം മേടിച്ചു 4 സെൻറ്റിന് വീട് പണി തുടങ്ങാൻ എന്ന് പറ്റുന്നൊന്ന് അറിയാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പറഞ്ഞു 2025 മെയ്യിലാണ് വീട് പണി തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് 2025 മെയ് ആയപ്പോഴത്തേക്കും അതിൽ പാല് കാച്ചാൻ പറ്റി. പിന്നെ ഒരുപാട് സന്തോഷം അതുകൊണ്ട്. കാരണം സ്വന്തമായൊരു വീടായപ്പോൾ എനിക്ക് ആ വീട്ടിൽ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇത് സ്വന്തം വീടാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒത്തിരി നമ്മുടെ കൃഷ്ണാനുഭവങ്ങൾ എല്ലാ ഇതും ചാനൽ ഒരുവിധം പറ്റുന്ന പോലെയൊക്കെ ഞാൻ കേൾക്കാറുണ്ട് സമയം കിട്ടുമ്പോൾ. അപ്പോൾ അതിലൊരു പ്രാവശ്യം പറഞ്ഞായിരുന്നു, മമ്മിയൂർ അമ്പലത്തിൽ നമുക്ക് വീടില്ലാത്തവർക്ക് വീടിൻ്റെ രൂപം വഴിപാട് നടത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഫലം ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പോയി ആ വഴിപാട് നടത്തി. അത് കഴിച്ച് 2 ആഴ്ച ആയപ്പോഴത്തേക്കും വീടിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആവാൻ തുടങ്ങി, വീട് പണി തുടങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് കൃഷ്ണനെ ഞാൻ അധികം വിളിക്കുന്നത് ഭഗവാനെ ഗുരുവായൂരപ്പനെയാണ്. പക്ഷേ എങ്കിലും എല്ലാവരെയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാനെ, അതായത് മഹാദേവനെയും പിന്നെ ഭഗവതിമാരെയും എല്ലാവരെയും ആരെയും വിടാറില്ല, എല്ലാവരെയും പ്രാർത്ഥിക്കും. പക്ഷെ കൂടുതൽ എപ്പോഴും പെട്ടെന്ന് നമ്മുടെ നാക്കിൽ വരുന്നത് ഗുരുവായൂരപ്പ എന്നുള്ളതാണ്. ഭഗവാനെ ആണ് എപ്പോഴും നമ്മളറിയാതെ വിളിച്ചു പോകുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ത്രിമധുരത്തിൽ പറയണോ പറയണ്ടേ, ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ, ഒരു അടുക്കും ചിട്ടയോടെയും പറയാനായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്നാലും അപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല എനിക്കിപ്പോഴും സ്വന്തമായൊരു വീടായോ എന്നുള്ളത്. വീടായി എന്ന് പറഞ്ഞാൽ അതിൽ കിടക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത് വാടക വീടാണോ ഇത് എൻ്റെ വീട് തന്നെയാണോ. അപ്പോൾ അങ്ങനെ ഒത്തിരി സന്തോഷം. എന്തായാലും ഭഗവാനും ഭഗവതിമാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷം. അതുകൊണ്ട് ഞാനിത് പറയാതിരുന്നു കഴിഞ്ഞാൽ, കാരണം നമുക്കൊരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളൊന്നും ഇല്ല, എന്നാൽ ഈ ഒരു അനുഭവം പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്.